അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വാഴവന്തോൾ വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ എത്താനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 46 കിലോമീറ്ററിനുള്ളത്. നമ്മൾ ബോണക്കാട് പോകുന്ന ആ ഒരു റൂട്ടിലാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ മിക്കവാറും എല്ലാവരും പറയാം നമ്മൾ 1000 രൂപ ടിക്കറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. 2 പേര്, അത് മിനിമം 5 പേർക്കാണ് 1000. നമ്മളിപ്പോൾ വേറൊരു ടീമുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഒരാൾക്ക് 200 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. വേറെ ആരെങ്കിലും വരുമ്പം അവരായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാൻ നമുക്ക് ജസ്റ്റ് 200 രൂപ ആവുള്ളൂ. അവിടെ നിന്ന് ടിക്കറ്റിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് പോവുക. താഴെ എത്തുമ്പം നമ്മുടെ ഇതുപോലെ വാഴവന്തോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയും ചെറിയൊരു ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളൊരു ബോട്ടിലിന് 200 രൂപയ്ക്ക് കൂടെ കൊടുക്കണം കേട്ടോ. അത് പൈസ തിരിച്ച് തരും. ബോട്ടിൽ വരുമ്പോൾ തിരിച്ച് ബോട്ടിൽ കാണിക്കും. അതിനകത്ത് പ്ലാസ്റ്റിക്, പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നേരെ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു സൈഡ് 2.5 കിലോമീറ്റർ ട്രക്കിങ് വരുന്നത് കേട്ടോ. 2.5 കിലോമീറ്റർ തിരിച്ച് വരാനുണ്ട്. അങ്ങനെ 5 കിലോമീറ്റർ നമ്മൾ നടക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് അകത്തോട്ട് കയറുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ശരിക്കും മഴ സമയമല്ല, നമ്മൾ പോയത് മെയ് 1-ാം തീയതിയാണ് കേട്ടോ. അപ്പം വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴികളും വളരെ മനോഹരമായ വഴിയാണ് കേട്ടോ. നല്ല ചെറിയ പാറക്കെട്ടുകളും അതിലൊത്തിരി മരങ്ങളും, കാടിൻ്റെ അകത്തോടെ തന്നെയാണ് മേലോട്ട് പോകുന്നത്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കവിടെ വേണമെങ്കിൽ ഇറങ്ങാം. പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്നു പോകാൻ നല്ല തണലൊക്കെയാണ്, അധികം വെയിലൊന്നുള്ള സ്ഥലമൊന്നും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു 7-8 പേരുണ്ട്. നമ്മൾ ബാക്കിലുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ അവധി ദിവസം ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല. വഴിയിലൊക്കെ കുറേ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ആനയൊക്കെ ഇറങ്ങുമോ ഇല്ലെന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. ശരിക്കും അവരുടെ സൈറ്റിൽ പറഞ്ഞേക്കുന്ന ഗൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. വഴിയിൽ ഗൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിതുവരെ ആരെയും കണ്ടില്ല. ഞങ്ങളീ പോകുന്ന 8 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ. ഫുള്ള് മരങ്ങളും കാട് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ പോകുന്ന വഴി തന്നെ സൈഡിൽ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്കും ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. മേളിൽ പോലെ വെള്ളം നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ. ചേട്ടാ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് ചേട്ടാ? കിലോമീറ്ററോ? അപ്പോൾ ഇവിടെ നിന്നൊരു 1.25 കിലോമീറ്റർ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും സമയം എടുക്കും, ഒരു 3/4 മണിക്കൂർ എടുക്കും കേട്ടോ. ശരിക്കും ഇത്ര നേരം വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുള്ള് പാറയാണ് കേട്ടോ. ഇടയിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫുള്ള് ചീവീടിൻ്റെയൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും കാട്ടിക്കൂടെ തന്നെ ഉണ്ട്. ആരെയും കാണാനൊന്നുമില്ല കേട്ടോ. ശരിക്കും ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ പോയിൻറ്റിലും ഓരോ ഫോറസ്റ്റ് ഗൈഡുമാരുണ്ട് കേട്ടോ. ഒരു 10-200 മീറ്റർ ഇടവിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ചേട്ടൻ എത്ര സമയം എടുക്കും ചേട്ടാ? ഇനി എത്ര സമയം എടുക്കും? 1.5 കിലോമീറ്ററോ? ആ ഹാ ഹാ ആ എന്തായാലും ഉണ്ടോ? ഈച്ചിടുന്ന കുഴിയാണോ? അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോകാം. ആ കാണുന്ന വഴി കൂടെ വേണം കയറി പോകാനായിട്ട്. ഒരു ആൾക്കാർ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ പോയ ഫാമിലി, പിന്നെ അവരുടെ ഫ്രണ്ടിലൊരു ഫാമിലി ഉണ്ട്. അവിടെ നിന്നാണ് പോകുന്നത്. ശരി, പിന്നെ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ബോർഡിൻ്റെയൊക്കെ സൈഡിൽ കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല പാറക്കെട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ മുകളിൽ പോകണം. ആ ഒരു ചെറിയ വഴിയാണ്. അയ്യോ, അത്യാവശ്യം ഇതുവഴി വേണം കയറി മേളിൽ പോകാനോട്ടോ കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ പിള്ളേരെ കൊണ്ടൊക്കെ വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഈ ഒരു വഴിയാണ് നമ്മൾ താഴെ നിന്ന് കയറി വന്നത് കേട്ടോ. കയറി പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ എടുത്തോളൂ.
വെള്ളമൊക്കെ ഇതിനിടയ്ക്ക് കടയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 2 ബോട്ടിൽ വെള്ളം എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ പോയ വഴിക്ക് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അപ്പോൾ തോർത്തൊക്കെ കയ്യിലുണ്ടാകും. ജസ്റ്റ് ഒന്ന് ഇറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി. നല്ല ക്ലിയർ വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പം മേളിൽ നിന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിനൊന്ന് ഒലിച്ചു വരുന്ന വെള്ളം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് മുഖമൊക്കെ കഴുകി ജസ്റ്റ് ഫ്രഷായി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കേട്ടോ. ഇരുന്നിട്ട് പിന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് നടന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും ഇവിടെ വേറെ സൗണ്ടുകളൊന്നും ഇല്ല കേട്ടോ. കുറേ ജീവിടിൻ്റെ സൗണ്ടും കുറേ കിളികളും പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര നിശബ്ദമായൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ വന്ന് ഫുള്ള് ഈ പാറക്കെട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാനായിട്ട് കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വന്ന വഴിക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയൊരു പാറക്കെട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് കുറേ നടക്കാനുണ്ട്. ഒരു 3/4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഫോറസ്റ്റിൻ്റെ തന്നെ വലിയ മടുപ്പ് തോന്നുന്നില്ല. നമ്മൾ നടന്നു പോവാണ്. സമയം എടുക്കുന്നേ ഉള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഫോറസ്റ്റ് കണ്ട് നടന്ന് സുഖമായിട്ട് പോകാം. പിന്നെ കുറേ ആൾക്കാർ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നല്ല മഴയുള്ളൊക്കെ സമയത്തൊന്നും ഇവിടെയൊക്കെ നല്ല വെള്ളമൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പം 2-3 ദിവസം മുന്നേ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. മേളിൽ പോകുമ്പോൾ എന്തായാലും വാട്ടർഫോൾസിനോട് ചെല്ലുന്ന ഒരു പ്രതീക്ഷ. ഇവിടെയൊക്കെ ശരിക്കും വെള്ളമൊക്കെ പോയി ചെറിയ പാടുകൾ കിടപ്പുണ്ട്. നമ്മളപ്പം നല്ലൊരു മൺസൂൺ സമയത്തൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പാറയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വഴുക്കൽ കാണും. എന്നാലും നമുക്ക് വേറൊരു എക്സ്പീരിയൻസിനാണ് കേട്ടോ. പിന്നെ ഇന്നുകൊണ്ട് നമ്മളിവിടെ വന്ന ആൾക്കാരൊക്കെ മേളിൽ പോയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളിവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മളിത് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക ഉള്ള ആവശ്യത്തിന്. എന്തായാലും ബാക്കി മേളിലോട്ട് നടക്കട്ടെ. എനിക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ നല്ലൊരു മഴ സമയത്തൊക്കെ വേണമെങ്കിൽ ഇവിടെ കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. നല്ല മഴ സമയം നല്ല വെള്ളച്ചാട്ടമൊക്കെ ആയിരിക്കും. നല്ലൊരു ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ എന്താ ഈ വഴി കൂടെ വേണം കയറി മേളിൽ പോകാനായിട്ട് കേട്ടോ. വഴിയെന്ന് പറയാനൊന്നുമില്ല. കുറേ മരത്തിൻ്റെ വേരൊക്കെ ഉള്ളത്. ചവിട്ടി വേണം മേളിൽ കയറി പോകാൻ. ശരിക്കും ഈ ഒരു സ്ഥലത്ത് ഞാൻ കണ്ട റീൽസിലൊക്കെ ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണ് വെള്ളം കുറവാണ്. ചെറിയ വെള്ളം കൊണ്ടാണ് കിടക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കുറേ ഫുള്ള് ആനപ്പിണ്ട കിടപ്പുണ്ടല്ലോ. ആനയൊക്കെ ഉണ്ടെന്നാണ് ഒന്നിനെ നമ്മളതുവരെ ഒന്നും അങ്ങനെ വന്യമൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടോ വന്ന വഴിക്കൊന്നും. ഇനിയിപ്പോൾ നമുക്കൊരു 200 മീറ്ററൂടെ പോകാനുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മൺസൂൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. മേളിൽ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ള അറിയത്തില്ല കേട്ടോ. വെള്ളം ഉണ്ട്. എന്നാലും നമ്മൾ ആ മൺസൂൺ സമയത്തുള്ള പോലത്തെ ആ ഒരു വൈബ് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ നടന്ന് മേളിലെത്താറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഇറങ്ങാൻ നോക്കി ഇവിടെ നിന്നപ്പോൾ അവിടുത്തെ ഒരു ഗൈഡുണ്ട്. ഒരു ഫോറസ്റ്റ് ഓഫീസിൽ സ്റ്റാഫ് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. നേരെ മേളിലോട്ട് പോകണം. പിന്നെയും കുറച്ച് വഴിയുടെ നടന്ന് കയറാനുണ്ട്. അവസാനം നേരത്തെ വരുവായി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലാസ്റ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അങ്ങോട്ട് ഞാൻ അടുത്തോട്ട് പോയില്ല. ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. പക്ഷേ വെള്ളം കുറവാണ് കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ കണ്ട പോലെ ഉള്ള അത്രയും വെള്ളച്ചാട്ടമൊന്നുമില്ല. ഉണ്ട്, പക്ഷേ വെള്ളം കുറവാണ്. നല്ല മൺസൂൺ ടൈമിലൊക്കെ വരണമെങ്കിൽ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മിക്കവാറും നല്ല മഴയൊക്കെയാണ്. ഭയങ്കര മഴയൊക്കെ ചിലപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വരും. പൊന്മുടിയൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ എൻട്രി കാണുമോ എന്നുള്ള ഡൗട്ടാണ്. ഒരു ഫോൺ നമ്പറുണ്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ സൈഡിൽ, KTT സൈഡിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പർ വിളിച്ച് എടുക്കത്തൊന്നുമില്ല. ഞാനൊരു 5-6 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരിക കേട്ടോ. അപ്പം വഴുവന്തോളം വെള്ളച്ചാട്ടത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ വലിയ റീൽസൊന്നും കണ്ടിട്ട് ആരും ചാടി ഇങ്ങോട്ട് പുറപ്പെട്ടാറുണ്ട്. ഇത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ മൺസൂൺ സമയത്ത് വരുന്ന ആ ഒരു ഫീൽ ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പോഴും വെള്ളം വളരെ കുറവാണ്. പക്ഷേ എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി പോയി വെള്ളത്തിലേക്ക് കുറച്ച് കുളിച്ചിട്ടൊക്കെ പോകണം എന്തായാലും. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിച്ചതിന് ശേഷം ലേഡീസിനും ജെൻസിനും പ്രത്യേകം സ്ഥലമൊക്കെ ഉണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്.
അതുപോലെ നമ്മൾ ഈ കുളിക്കാൻ ഇറങ്ങുന്ന പാറക്കെട്ടിലവിടെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. അവിടെ പാറ നല്ല വഴുക്കലാണ്, തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ 2 പ്രാവശ്യം വീണായിരുന്നു, പല ആൾക്കാരും വീഴുന്ന കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നടക്കുക, വെള്ളത്തിൻ്റെ അകത്ത് നടക്കുക, പാറക്കെട്ടിൽ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കുക. നമ്മുടെ പൊന്മുടിക്ക് പോകുന്ന റൂട്ടിലാണ്, പൊന്മുടിക്ക് പോകുന്ന നമ്മൾ ബോണക്കാട് പോകുന്ന റൂട്ടിലാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ ടൈമിംഗ് വന്നിട്ട് രാവിലെ 8 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. 8 തൊട്ട് 1 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ 1 മണിക്കകത്ത് നമ്മളിവിടെ എത്തണം. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എൻട്രി ഫീസ് വന്നിട്ട് 1000 രൂപയാണ്. 1000 രൂപ 5 പേർക്കാണ്. നമ്മളിപ്പോൾ 2 പേര് വന്നാലും നമ്മൾ 1000 രൂപ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിനോട് വന്നാൽ ഞങ്ങൾ അതിനനുസരിച്ച് നമ്മൾ 400 രൂപ കൊടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ ചില ഗ്രൂപ്പിൽ ആൾക്കാർ കുറവ് വരുവാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ കയറി വരാൻ പറ്റും. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെന്തായാലും താഴെ 1.5 മണിക്കൂർ നടന്നാണ് മേളിലെത്തിയത്. പക്ഷേ മേളിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.